Hi all, welcome to Jeevani Institute of Mind Care. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജിയുടെ ഡെഫിനിഷൻ ആണ്. അതിനുശേഷം ഗോൾസ് ഓഫ് സൈക്കോളജി ആൻഡ് ഹിസ്റ്ററി ഓഫ് സൈക്കോളജിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് സൈക്കോളജി? സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയൻസും അതുപോലെ തന്നെ ഒരു പ്രൊഫഷനുമാണ്. Psychology is a branch of science that deals with the scientific study of behavior and mental processes. ബിഹേവിയറിനെയും മെന്റൽ പ്രോസസ്സിനെയും പറ്റി സയന്റിഫിക് ആയി പഠിക്കുന്ന സയൻസിലെ ഒരു ബ്രാഞ്ച് ആണ് സൈക്കോളജി. സൈക്കോളജി എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. ആ രണ്ട് വേർഡ്സ് ആണ് സൈക്കി ആൻഡ് ലോഗോസ്. സൈക്കി എന്ന് പറയുന്നത് മൈൻഡിനെയും ലോഗോസ് എന്ന് പറയുന്നത് നോളേജ് ഓർ സ്റ്റഡിയെയുമാണ്. ഈ രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സൈക്കോളജിയിൽ ബിഹേവിയർ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായിട്ട് വരുന്നത്? സൈക്കോളജിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസും ഓരോ സിറ്റുവേഷനിലും ബിഹേവ് ചെയ്യുന്നത് ഓർ എങ്ങനെയാണ് അവർ ആക്ഷൻ ചെയ്യുന്നത്, അതിന് പിന്നിലുള്ള മെന്റൽ പ്രോസസ്സുകൾ എങ്ങനെയാണ്, ഇതെല്ലാം അൺകവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ലക്ഷ്യം. ഇൻ സൈക്കോളജി, ബിഹേവിയർ റെഫേഴ്സ് ടു എനി ഒബ്സർവബിൾ ആക്ഷൻ ഓർ റെസ്പോൺസ് ഓഫ് എൻ ഓർഗാനിസം, ടിപ്പിക്കലി ഹ്യൂമൻസ് ടു സ്റ്റിമുലി ഇൻ ദെയർ എൻവയോൺമെന്റ്. അടുത്തതായി നമ്മൾ പറയുന്നത് ഗോൾസ് ഓഫ് സൈക്കോളജി ആണ്. നമുക്ക് 4 മെയിൻ ഗോൾസ് ആണ് സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഡിസ്ക്രിപ്ഷൻ, സെക്കൻഡ് അണ്ടർസ്റ്റാൻഡിങ്, തേർഡ് പ്രെഡിക്ഷൻ, ഫോർത്ത് വൺ കൺട്രോൾ. നമ്മുടെ സൈക്കോളജിയുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രിപ്ഷൻ. ഒരു ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഒബ്സർവിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ് ഹൗ പീപ്പിൾ തിങ്ക്, ഫീൽ ആൻഡ് ബിഹേവ്. ഒരു മനുഷ്യൻ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്ത് അതിനെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗോൾ ആണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഒരു ബിഹേവിയറിന്റെ കോസസ്, കോസൽ ഫാക്ടേഴ്സ് ഓർ റീസൺസ് അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ടാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഒരു ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഉപയോഗപ്രദമാകും. So, it is an important goal in psychology. Next goal ആണ് prediction. ഒരു ബിഹേവിയറിനെ predict ചെയ്യുവാനായിട്ട് സാധിക്കുക. Anticipating how people will think, feel or act in a specific situation. ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ എങ്ങനെ ആളുകൾ ചിന്തിക്കുന്നു, ഫീൽ ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രഡിക്ഷനേക്കാളും അസംഷൻസിനെയാണ് സൈക്കോളജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. And the last goal is control or influence behavior. Psychological principles ഉപയോഗിച്ച് നമ്മുടെ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സിൽ കൺട്രോളോ പോസിറ്റീവ് ചേഞ്ചസോ കൊണ്ടുവരിക. ഇതുകൊണ്ടാണ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിനിയും സൈക്കോളജിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയർ ഒരുപാട് പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. PG Diploma in Counseling Psychology for 1 year, Certified Diploma in Counseling Psychology for 1 year, Certificate Course in Counseling Psychology for 3 months and ഒരുപാട് കൗൺസിലിംഗ് സർവീസസുകളും ഇവിടെ അവൈലബിൾ ആണ്. ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയർ, മാർ ഓഗിൻ കോംപ്ലക്സ്, വെസ്റ്റ്ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. താങ്ക് യു ഓൾ.